പാഷനേറ്റ് ആണെങ്കിൽ എന്തായാലും ഒന്നുകൂടെ നോക്കണം. പറഞ്ഞിട്ടുണ്ടാവും, നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല. ആ ഇയർ പോകുന്നത് ആലോചിച്ചിട്ട് ഒരിക്കലും ഒന്നുകൂടെ ചെയ്യാണ്ടിരിക്കരുത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണു, ഇത്ര സിമ്പിളായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നായിരിക്കും അവർ കരുതുന്നത്. ഹായ് മക്കളെ, ഇപ്രാവശ്യത്തെ നീറ്റ് എക്സാം കുറച്ച് കടുപ്പായിരുന്നു. നന്നായി പഠിച്ചിട്ടും ആ എക്സാം ഹാളിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ MBBS എന്ന് പറഞ്ഞ സ്വപ്നം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന കുറേയധികം കുട്ടികൾ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ ഇപ്പോഴും എന്താ പറയുക, MBBSനോട് അതിയായ അഭിനിവേശമുള്ള ആൾക്കാർ, അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അൺസർട്ടനിറ്റിയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ നീറ്റ് എന്ന് പറയുന്ന എക്സാം ഞങ്ങൾ എഴുതണോ എന്ന് വിചാരിക്കുന്ന കുട്ടികളൊക്കെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം നമ്മുടെ കൂടെ ഈ വീഡിയോയിൽ ഇന്നുള്ളത് നാജിയയാണ്. അവൾ ഇപ്രാവശ്യത്തെ എക്സാമിൽ അത്യാവശ്യം നല്ലൊരു മാർക്ക് തന്നെ വാങ്ങിയിട്ടൊരു കാലിക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പ്രതീക്ഷിച്ചിരിക്കുന്ന കുട്ടിയാണ്. എന്ന് മാത്രമല്ല കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആൾ കൂടിയാണ്. അപ്പം നാജിയ, എന്ത് തോന്നുന്നു ഈ ഒരു സമയത്ത്? എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് നാജിയ ശരിക്കും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു അല്ലേ? കൂടെയുള്ള പലരും മെഡിക്കൽ കോളേജിലൊക്കെ കയറിയപ്പോൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയത് ഒരു പീരീഡ്. സോ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ഇതിനു വേണ്ടി കുറെ വർക്ക് ചെയ്തു. ഇപ്പം അത് വർത്തായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും, വലിയ സ്വപ്നങ്ങളൊക്കെ. പക്ഷെ ഒബ്വിയസ്ലി നമ്മളൊരു ഡ്രീമിലേക്കുള്ള ഒരു ജേണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ പ്രതിബന്ധങ്ങളും കുറേ പരാജയങ്ങളൊക്കെ ഉണ്ടാവാം. മഹാഭൂരിപക്ഷം ആൾക്കാർ ഈ സ്വപ്നങ്ങളിലേക്ക് എത്താത്തത് ഇത്തരം പരാജയങ്ങൾ വരുമ്പോൾ, ചെറിയ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ അവർ സ്വപ്നം പകുതി വലിച്ച് ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ട് ഒഴിവാക്കി പോവുകയോ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നാജിയ ശരിക്കും അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമിൽ മാർക്കൊക്കെ കുറഞ്ഞിട്ട് ഇനി നമ്മളൊരു റിപ്പീറ്റൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികളോട് നാജിയക്ക് ശരിക്കും എന്താ പറയാനുള്ളത്? പാഷനേറ്റ് ആണെങ്കിൽ എന്തായാലും ഒന്നുകൂടെ നോക്കണം. ലൈക്ക് ആ ഇയർ പോകുന്നത് ആലോചിച്ചിട്ട് ഒരിക്കലും ഒന്നുകൂടെ ചെയ്യാണ്ടിരിക്കരുത്, അത് അബദ്ധമാകും. അല്ല, നാജിയ ശരിക്കും കിട്ടാതിരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അപ്പൊ ശരിക്കും എന്തായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്? കിട്ടാണ്ടിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് തോന്നുള്ളൂ. കാര്യമില്ല, കയ്യിൽ നിന്ന് പോയി വേറെന്തെങ്കിലും കോഴ്സ് ചൂസ് ചെയ്ത് പോകാന്നൊക്കെ തോന്നും. ഞാൻ വർത്തിയല്ല എന്നൊക്കെ ഫീൽ ചെയ്യോ? ശരിക്കും ഒരു കാര്യമില്ല, നമുക്ക് കൊണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട ഫീൽ വരും, നെഗറ്റീവ് തോട്ട്സ് വരും. പക്ഷെങ്കിൽ അപ്പൊ ഒന്നും അതിൽ തളരാണ്ട് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനത്തെ തോട്ട് വന്നിട്ട് ഒന്നും കൂടെ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ വർത്താണ്. ഇപ്പോൾ നിന്റെ കൂടെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതിരുന്ന ആൾക്കാർ പലരും റിപ്പീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല റാങ്ക് വാങ്ങി കയറിയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതേ സമയത്ത് എന്താ പറയുക, വേണ്ടാന്ന് വെച്ച് നടക്കൂല എന്ന് വിചാരിച്ചിട്ട് വേറെ ഡിഗ്രി കോഴ്സൊക്കെ എടുത്തു പോയ ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, അവൻ പിന്നീട് BSc കോഴ്സ് പഠിച്ചു, അത് കഴിഞ്ഞ് ജാം എഴുതി IIT പോയിട്ട് MSc ഒക്കെ പഠിച്ചു. അങ്ങനെ IIT എന്നൊക്കെ മികച്ച ഒരു കരിയറൊക്കെ ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോഴും എന്നോട് പറയാറുണ്ട്, ഐ ഫീൽ റിയലി റിഗ്രറ്റ്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരിക്കൽ കൂടെ എൻട്രൻസ് എഴുതി നോക്കിയാലോ. കാരണം ഉള്ളിൽ ആ ഡ്രീമൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പം അത്ര റിഗ്രറ്റ് അടിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ കൂടെ ഒന്ന് ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പം അത്തരം ഒരു അനുഭവം നാജിയാക്കുണ്ടോ? ഫ്രണ്ട്സൊക്കെ കൂടെ പഠിച്ചവരോ ഒക്കെ പിന്നീട്? ഉണ്ട്. എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ട് കഴിഞ്ഞ വർഷം MBBSന് വേണ്ട സ്കോർ കിട്ടാത്തവർ കിട്ടിയ കോഴ്സ് ചൂസ് ചെയ്ത് പോയി. പക്ഷെ അവരിപ്പോൾ എനിക്ക് ഞാൻ ഹോപ്പ്ഫുള്ളി ഒരു സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് റിഗ്രറ്റ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവരിപ്പോൾ ചൂസ് ചെയ്ത കോഴ്സിൽ അത്ര ഹാപ്പി അല്ല. ഇത് ഇപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ അല്ലേ? ആൾക്കാരെന്ത് പറയുന്നുള്ള ഒരു കാര്യം നമ്മളെ ഭയങ്കരമായിട്ട് ഡിറ്റർ ചെയ്യണം, നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലേ? കാരണം ഇപ്പോൾ നമ്മുടെ പേരൻസ് പുറത്തിറങ്ങുന്ന സമയത്ത് പേരൻസിനോട് മോൾ എന്താ ചെയ്യുന്നത്, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മളോട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇനിയും കിട്ടിയില്ലെങ്കിൽ 2 കൊല്ലം പോലും 3 കൊല്ലം പോലും ഈ ഒരു സൊസൈറ്റി എന്ത് ചോദിക്കും, ആൾക്കാരോട് എന്ത് പറയുന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു ഘടകമാണ്. കാര്യമില്ല, ഒഴിവാക്കണം, ഒരു കാര്യമില്ല അതിൽ. അത് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, യൂസ്ലെസ്. നാജിയക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടാവും, നാട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല. കാരണം ഫാമിലി സപ്പോർട്ടാണ്. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓക്കെയാണ്, ഞാൻ ഒന്നുകൂടെ ചെയ്തതില്ല. അപ്പോൾ ബാക്കിയുള്ളവർ പറയണത് ഞാൻ കാര്യമാക്കൂല. പിന്നെ ഒബ്വിയസ്ലി ഇതൊരു സ്ട്രഗിള് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അല്ലേ? നമ്മളൊരു 1 or 2 ഒക്കെ വർഷം നമ്മൾ വേറെ ഫാമിലി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും ഒരു മെന്റൽ സ്റ്റെബിലിറ്റി അനിവാര്യമാണ്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു 2 വർഷത്തെ നാജിയാന്റെ സപ്പോർട്ട്? ആരൊക്കെ ആയിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്?
വീട്ടുകാരെ വിളിക്കുമ്പോൾ അവരുണ്ടാകും, പക്ഷേ ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടാവുക മെൻറ്റേഴ്സ് ഉണ്ടാകും, വാർഡൻ ആൻറ്റിമാരുണ്ടാകും, ഇല്ലെങ്കിൽ ഫാക്കൽറ്റീസ് തന്നെയായിരുന്നു മെയിനായിട്ടൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ സിറ്റുവേഷൻ മനസ്സിലാകും. അപ്പോൾ അവരതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരും, സപ്പോർട്ട് ചെയ്യും. അവർ തന്നെ ഫാക്കൽറ്റീസാണ് മെയിനായിട്ട് സപ്പോർട്ട്. ഏറ്റവും കൂടുതൽ നിനക്ക് ഓർമ്മ വരുന്ന ഒരു ഈ ഒരു സമയത്ത് കിട്ടിയൊരു സപ്പോർട്ട്? ഈ ലാസ്റ്റ് എനിക്ക് എക്സാം ടൈമിൽ ടെൻസ്ഡ് ആവുന്ന ആളാണ്. മുന്നേ ഇല്ലായിരുന്നു, പക്ഷേങ്കിൽ ഈ വർഷം നല്ല രീതിക്ക് ടെൻസ്ഡ് ആയി. കാരണം പിന്നെ ഒന്നുകൂടെ ചെയ്യല്ലേ ആ ഒരു തോട്ടൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, എക്സാം ഹാളിൽ നിന്ന് ഞാൻ ഇറങ്ങി. എക്സാം ഹാളിൽ നിന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സോൺ ഔട്ട് ആവുന്നു, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നല്ല ടെൻസ്ഡായി. അപ്പോൾ ഒരു ദിവസം എക്സാം ഹാളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. എന്നിട്ട് അപ്പം എനിക്ക് ഷബീർ സാറിനെ വിളിച്ചു തന്നു. ഷബീർ സാർ ഞങ്ങൾ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ സാറിനെ വിളിച്ചു തന്നു. അപ്പോൾ സാറൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. എക്സാം ഹാളിൽ നിന്നാണ് ഇറങ്ങിയതെന്നാലും എന്താ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലടാ, നീ എന്താ ട്രൈ ചെയ്യ്, നിനക്ക് കിട്ടും, ഇത് ലൈക്ക് എൻ്റെ അല്ല. നമ്മൾ പഠിക്കുന്ന ടൈമിൽ ആ തോട്ട് വേണം, ഇത് ലൈഫിൻ്റെ എൻ്റെ അല്ല എന്നുള്ളൊരു തോട്ടിൽ തന്നെ പഠിക്കണം. അല്ലാണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ കിട്ടിയിട്ടില്ലേ മരിച്ചു പോകും അങ്ങനെയൊന്നും കരുതി പഠിക്കരുത്. പക്ഷെങ്കിൽ നമ്മളെ മാക്സിമം കൊടുക്കുക, അതേ ചെയ്യാനുള്ളൂ. നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു ഒരു ഈ പറഞ്ഞ ഒരു റിപ്പീറ്റ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്തെ? MBBS അല്ലാതെ വേറൊന്നും എൻ്റെ ലൈഫിലില്ല, ഞാനിത് എങ്ങനെ നേടുന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു? ആണ്, വേണം, MBBS തന്നെ വേണം എന്നായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. വേറൊരു പ്ലാനിലും പോയിട്ടില്ല, ഇത് തന്നെ എടുക്കും. ഇപ്പം ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എൻ്റെ ഉള്ളിലൊരു വാശി ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഇത് നേടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹയർ സാധനങ്ങളൊക്കെ എടുത്താൽ ഇപ്പോൾ സിവിൽ സർവീസ്, IAS, IPS ഒക്കെ പോലെയുള്ള സാധനങ്ങളിലേക്കൊക്കെ ആളുകൾ 2, 3, 4 ഒക്കെ വർഷം അവർ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവർ കുറച്ചുകൂടെ വലിയ ആൾക്കാരായതുകൊണ്ട് ഈ പുറത്തുള്ള ആളുകൾക്ക് അധികം അഭിപ്രായം പറയാനുള്ള അവസരം അവിടെ കിട്ടൂല. നമ്മൾ ഇത്ര ഒരു കമ്മ്യൂണിറ്റിൻ്റെ ഇടയിലാകുമ്പോൾ നമുക്ക് അറിയാം ഇത് ഇങ്ങനത്തെ പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ ആളുകൾ എഫേർട്ട് ഇടണ്ട, അവർ ഒരു മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ ഇരിക്കേണ്ടി വരുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ അത് കിട്ടിയാൽ ശരിക്കും അത്രത്തോളം വേർത്തിയാണ് എന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ അതിനൊരു യാഥാർത്ഥ്യം നമുക്കറിയാം അല്ലേ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നമ്മളെക്കാൾ ഉപരി ശരിക്കും ഈ നാട്ടുകാരുടെ പ്രഷർ നേരിടാൻ പോകുന്നത് പാരന്റ്സ് ആയിരിക്കും. നാട്ടുകാർക്ക് അറിയില്ല, അവര് കരുതുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണു, +2 ഫുൾ A+ കിട്ടണു, അത്ര സിമ്പിളായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നായിരിക്കും അവർ കരുതുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ഒരു വർഷം കൊണ്ട് കിട്ടിയില്ലേ, 2ാമത്തെ വർഷം കൂടെ പോവാണോ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ നാട്ടുകാർ വലിയ സാധനമാണിത്, കൊല്ലം പോകൂലേ എന്നുള്ളൊരു സാധനം. എന്താ ഇപ്പൊ കൊല്ലം കുറെ കിട്ടിയിട്ട് ലൈക്ക് 3 വർഷം അല്ലെ 2-3 വർഷം നമ്മൾ ലേറ്റ് ആയാലും അടിപൊളിയായിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം നമ്മളിപ്പോ നേരത്തെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, നേരത്തെ ഡിഗ്രി കഴിഞ്ഞു, നേരത്തെ PG കഴിഞ്ഞു, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് തന്നെയല്ലേ 2-3 കൊല്ലം. അതെ, നമ്മളെ നാട്ടില് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെ നാട്ടില് അസോഫ്നോ ഇന്ത്യ രാജ്യത്ത് MBBS അതേപോലെ തന്നെ നമ്മുടെ CA വലിയ കുഴപ്പമില്ല, എന്നാൽ MBBSന്റെ അത്ര സാലറി ഇല്ല കേട്ടോ ഇറങ്ങുന്ന ആൾക്കാർക്ക്. ആൻഡ് ഓൾസോ IIT MBBS ഇത് രണ്ടും അല്ലാത്ത വേറെ ഏതാണ് ഒരു ജോലിക്ക് ഇറങ്ങുന്ന ഉടനെ, ഒരു പ്രൊഫഷൻ കഴിഞ്ഞ് ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഉടനെ ഒരു ഹൈ ലെവൽ പേ സ്കെയില് തരുന്ന ഒരു ജോബും ഇല്ല. അതിന്റെ പകുതി പോലും കിട്ടുന്നില്ല ബാക്കി ജോബുകളിൽ അല്ലെങ്കിൽ ബാക്കി ഡിഗ്രീസിൽ. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ നാട്ടുകാർ ശരിക്കും ആലോചിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് ഞാൻ തിരിച്ചാലോചിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഞാനും ഈ റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കും ഇത് അറിയില്ല കേട്ടോ. ഞാനും ഈ ആളുകൾ എന്ത് ചോദിക്കുന്നുള്ളത് തന്നെ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രഷർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരുന്നു. പിന്നെ ഇപ്പൊ നാജിയാന്റെ പാരന്റ്സിന്റെ ഭാഗത്ത് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ല രീതിക്ക്. കാരണം ഈ പാരന്റ്സ് ആണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ആൾക്കാർ. അപ്പൊ അവരുടെ ഒരു ഇത് എങ്ങനെയായിരുന്നു? അവര് എല്ലാ രീതിക്കും സപ്പോർട്ട് ചെയ്യും, പഠിച്ചാൽ മതി, പൊക്കോ, ലൈക്ക് എനിക്ക് അതാണ് ഇഷ്ടം എന്ന് അവർക്കറിയാം, MBBS ആണ് എനിക്ക് ഇഷ്ടം എന്നറിയാം. അപ്പോൾ വർഷം പോകുന്നതൊന്നും ഒരു വിഷയമല്ലായിരുന്നു, അവർക്കും ഹോപ്പ് ഉണ്ടായിരുന്നു എനിക്ക് കിട്ടും എന്നുള്ളത്. ഇപ്പൊ കിട്ടി കഴിഞ്ഞപ്പോ ഉപ്പാന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ആ ഒരു എന്താ പറയാ, കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണോ ശരിക്കും? ഉമ്മാന്റെ ഫാമിലിയിലുണ്ട്, ഉപ്പാന്റെ ഫാമിലിയിൽ ഫസ്റ്റ് ഡോക്ടറാണ്. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണല്ലേ. പറ്റി. പിന്നെ ശരിക്കും ഈ ഒരു MBBS എന്ന് പറഞ്ഞ സ്വപ്നമൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര വലിയ പഠിപ്പൊക്കെ ആയി ഈ ഒരു MBBSന് വേണ്ടി മൗൾഡ് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റ് ആണോ? അല്ല, +2 കഴിയുന്നത് വരെ ഇല്ലായിരുന്നു ഈ മെഡിക്കൽ ഫീൽഡ്, എന്റെ പ്ലാനിലില്ലായിരുന്നു. +2ന് മുന്നേ പഠിച്ചൊക്കെ എങ്ങനെയായിരുന്നു? CBSE അങ്ങനെ? അല്ല, സ്റ്റേറ്റ് സാധാരണ സ്കൂളുകളിലൊക്കെയാണ് പഠിച്ചത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം പിന്നെ എജുപോർട്ടിൽ ക്രാഷ് ചെയ്തു. അപ്പം ക്രാഷ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തൊരു സ്കോർ കിട്ടി. അപ്പം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാമെന്ന് തോന്നി, അങ്ങനെ റിപ്പീറ്റ് ചെയ്തു. ഈ ഒരു വർഷത്തെ ഒരു പഠിപ്പിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു?
കാരണം നീ എജുപോർട്ടിൽ നമ്മൾ ആ ഒരു റിപ്പീറ്റഡ് സ്പെഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണ്, റൈറ്റ്? അപ്പോൾ അവിടുത്തെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി, ഈ ഒരു വർഷത്തെ ഒരു എക്സ്ട്രാ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എനിക്കൊന്നും നിങ്ങളെ ബാച്ചിൽ ഒരാളൊഴികെ ഏകദേശം എല്ലാവർക്കും, അല്ല അങ്ങനെയല്ല, ഒരാളൊഴികെ എല്ലാവരും എന്തായിട്ടുണ്ട്, ഒരു 550 റേഞ്ചിൽ മാർക്ക് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ഉണ്ട്. ആ ഒരു ഷുവർ നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. സോ ആ ഒരു ബാച്ചിലെ ഈ പ്രാവശ്യത്തെ സ്റ്റഡി, അതിന്റെ ഒരു പാറ്റേൺ, അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? എല്ലാവർക്കും ഒരേ ക്ലാസ് അല്ല പ്രൊവൈഡ് ചെയ്തത്. ലൈക്ക് ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം തിയറി ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ തിയറി ഈ പ്രാവശ്യം എടുത്തിട്ട് വെറുതെ സമയം പോയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ട പോർഷൻസ് മാത്രം പറഞ്ഞു തന്നു. അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ അപ്പം തന്നെ കഴിയും. അങ്ങനെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 ചാപ്റ്റർ 3 ചാപ്റ്റർ അങ്ങനെ തീരും. അതുകൊണ്ട് തന്നെ ബാക്കി ടൈം ഫുള്ള് നമുക്ക് റിവിഷന് കിട്ടി. ഇനി അതല്ല നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ ഡൗട്ട് എത്രയും പറഞ്ഞു തരും. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ചാപ്റ്റർ നമ്മളൊരു ഓവറോൾ വ്യൂ തന്നതിന് ശേഷം ഓരോരുത്തരും നമ്മളവിടെ രാവിലെ മുതൽ ഇരിക്കുന്നു, നിങ്ങളെ ഫുള്ള് ഡൗട്ട്, ഓരോരുത്തരുടെയും ഡൗട്ടുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ ഓൾറെഡി അറിയുന്ന ഒരു സാധനം നമ്മൾ വീണ്ടും പറയേണ്ടി വന്നില്ല എന്നുള്ളത്. വേണമെന്നാണെങ്കിൽ ഫുൾ ചാപ്റ്റർ പറഞ്ഞു തരും. ലൈക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ചാപ്റ്റർ ആണെങ്കിൽ അത് പറഞ്ഞു തരും. ആൻഡ് ഇപ്രാവശ്യത്തെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു നാജിയന്റെ ഒരു പേടിയൊരു ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു അല്ലെ? ആ പേടിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നാജി ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു കേരളത്തിലെ ടോപ്പ് റാങ്കിലേക്ക് തന്നെ കയറി പോകേണ്ട ഒരാളായിരുന്നു. കാരണം നീ കെമിസ്ട്രി ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും കാരണം ഞങ്ങൾ ഏറ്റവും പേടിച്ച ഒരാൾ നാജി ആയിരുന്നു. കാരണം നീ ഇത്രയും വർഷത്തിന് പുറത്ത് എഫേർട്ട് ഇട്ടിട്ടും ഇപ്രാവശ്യത്തെ പരീക്ഷ എങ്ങനെ ആയതുകൊണ്ട് നീ പേടിച്ച് ആക്കിയിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ എങ്ങനെ ശരിക്കും ഒരു വളരെ കാമായിട്ട് ഇപ്രാവശ്യത്തെ എക്സാമിനെ നേരിട്ടത്? എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ മുതൽ ഓരോ ഫാക്കൽറ്റീസ് ആയിട്ട് ഓരോ ദിവസം ക്യാമ്പസിൽ വരാൻ തുടങ്ങി. എന്നിട്ട് അവർ സംസാരിക്കും. അവരിങ്ങനെ ലൈക്ക് എക്സാം ടഫ് ആവാൻ ചാൻസ് ഉണ്ട്, ലൈക്ക് ടഫ് ആവാം ഈസി ആവാം, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ടഫ് ആണെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് നല്ല രീതിക്ക് ഹെൽപ്ഫുള്ളായി. കാരണം ടഫാണെങ്കിൽ അവിടെ ഡൗൺ ആവാണ്ട് എല്ലാവർക്കും ടഫാണ്, എല്ലാവർക്കും ഇതേ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ അതുമേലെ ഇരിക്കാണ്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവണം. അങ്ങനെ പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നു. അത് എക്സാം ഹാളിൽ കയറി എക്സാമിൻ്റെ തലേ ദിവസം അജാസ്ക വിളിച്ചിട്ടും പറഞ്ഞു ചിലപ്പം ടഫ് ആവാം, ഡൗൺ ആവരുത്. ഇവർക്കറിയാം എനിക്ക് ടെൻസ്ഡ് ആയാൽ കയ്യിൽ നിന്ന് പോകും. എല്ലാം അറിഞ്ഞിട്ട് കാര്യമില്ല, ഫുൾ ടോപ്പിക് അറിയാം. പക്ഷെ എക്സാം ഹാളിൽ നിന്ന് പോയതാ. ആ ഒരു 3 hour എങ്ങനെ മാനേജ് ചെയ്യണോ അങ്ങനെ ഇരിക്കും റിസൾട്ട്. അപ്പോൾ ഇവരൊക്കെ നല്ല രീതിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നിരുന്നു. അജാസ്ക തലേ ദിവസം വിളിച്ചും പറഞ്ഞു തന്നിരുന്നു ടഫാണെങ്കിൽ ഡൗൺ ആവരുത്, എല്ലാവർക്കും ടഫാണെന്ന് കരുതി എഴുതണം എന്ന് പറഞ്ഞു. സ്കിപ്പ് ചെയ്ത് പോകണം. ഒരു ക്വസ്റ്റ്യനിൽ 1 മിനിറ്റ് കൂടുതൽ, അല്ലെ 2 ഫിസിക്സ് ഒക്കെ 2 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ പിന്നെ അതുമേൽ ഇരിക്കരുത്. കാരണം ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയ 4 മാർക്കാണ് ഏത് സബ്ജക്റ്റിലും കിട്ടുക. അപ്പോൾ ഫിസിക്സ് ചെയ്താൽ 1 മാർക്ക് എക്സ്ട്രാ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ടഫാണെങ്കിൽ അത് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം അങ്ങനെ പറഞ്ഞിരുന്നു. ഈവൻ ബയോളജി ആണെങ്കിലും ബയോളജി ഫുൾ ശരിയാക്കണം അങ്ങനെ ഒരു നിർബന്ധമില്ല. ടഫ് ഏതാണോ അത് വിട്ടിട്ട് അടുത്തതിലോട്ട് പോകണം. ഈസിയുള്ള ക്വസ്റ്റ്യൻ ടൈം കിട്ടാത്തതുകൊണ്ട് കിട്ടാണ്ടായി പോകരുത്. അങ്ങനെ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്തിട്ടായിരുന്നു വിട്ടത്. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ കയറിയപ്പോൾ നമുക്ക് ഫിസിക്സ് ആയിരുന്നു ഇപ്രാവശ്യം ടഫ്. അപ്പോൾ ഫിസിക്സ് കയറിയപ്പോൾ തന്നെ മനസ്സിലായി ഓക്കെ ടഫാണ്. അപ്പം ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും ടഫാണ്, കുഴപ്പമില്ല, കൂൾ ഇല്ലെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് കയ്യെന്ന് പോകും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഫിസിക്സ്. പക്ഷെങ്കിൽ ആ ഒരു അങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്ത് പോയത് കൊണ്ട് ഞാൻ ഫിസിക്സ് സ്കിപ്പ് ചെയ്തിട്ട് കെമിസ്ട്രിയിലോട്ട് പോയി. അത് നല്ല രീതിക്ക് യൂസ്ഫുള്ളായി. ആൻഡ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു എജുപോർട്ടിൻ്റെ എക്സാമുകളൊക്കെ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ പരീക്ഷ? കാരണം നാജിയൊക്കെ അറിയാം, നാജിയെ കഴിഞ്ഞുള്ള എഴുതിയത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ ടഫ് പേപ്പറാണ് ഇടുന്നത് എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അല്ലേ? പ്രോബ്ലം ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, ഫുള്ള് ഫിസിക്സിൽ പ്രോബ്ലം ആണ് സാറേ, ബയോളജി ഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്, ഫുൾ അസേർഷൻ റീസൺ ആണ്. യെസ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. എന്ന് വെച്ചാൽ അസേർഷൻ റീസൺ ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാം പരിചയപ്പെട്ടിട്ടാണ് എക്സാം ഹാളിലോട്ട് പോയത്. എക്സാംസ് അടിപൊളിയാണ്. ഇവർ മാക്സിമം എത്രയും പെട്ടെന്ന് ടോപ്പിക്ക് തീർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി സമയം ഫുള്ള് റിവിഷന് കിട്ടിയിട്ടുണ്ട്. അത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ എക്സാംസ് കഴിഞ്ഞാൽ മെൻറ്റേഴ്സ് ഓരോ കുട്ടികളെ പേഴ്സണലി അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് മെൻറ്റേഴ്സ് വന്ന് പറയും നീ ഇതിൽ ഈ പ്രാവശ്യം സ്കോർ കുറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് വർക്ക് ചെയ്യും. അങ്ങനെ മെൻറ്റർഷിപ്പും അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എക്സാം പേപ്പർ വാലുവേറ്റ് നമ്മൾ ചിലപ്പം ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ അന്നത്തത് പേപ്പർ അവിടെ വെച്ചിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യൂല. പക്ഷേ ഒരു എക്സാം എഴുതുന്നതിനെക്കാട്ടിലും എത്ര ഇമ്പോർട്ടൻ്റ് അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എവിടെയാണ് തെറ്റ്, എന്തുകൊണ്ടാണ് തെറ്റിയത്, അതിനെ തെറ്റരുത്. അത് നമ്മൾ
ലൈക്ക് ഉറപ്പ് വരുത്തണം. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിലും മെൻറ്റേഴ്സ് അത് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്ത് പറയും, ഫിസിക്സിന് ഈ പ്രാവശ്യം കുറഞ്ഞല്ലോ, അതെന്താ, അതൊന്നും കൂടെ നോക്ക്. എന്നിട്ട് ലൈക്ക് ഒരു 1 വീക്കിൻ്റെ ഇടയിലൊക്കെ എക്സാംസിൻ്റെ ടൈമിൽ ഫാക്കൽറ്റീസ് വരും, അത്ര ദിവസം നടന്ന എക്സാംസിന്റെ പേപ്പർ ക്ലിയർ. അതായത് നമ്മൾ ഈ ഫൈനൽ മോക്ക് ടെസ്റ്റ് സമയങ്ങളിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഡിസംബറിന്റെ മുന്നേ തന്നെ ടോപ്പിക് തീർന്നുണ്ട്. അന്ന് മുതൽ തന്നെയുള്ള ഈ മോക്ക് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ആ ടെസ്റ്റിലൂടെ ആയിരിക്കും അല്ലേ കുറെ ഒരുപാട് ഇമ്പ്രൂവ് ആയത്. അങ്ങനെയാണ്. അല്ലാണ്ട് തിയറി മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിലോട്ട് കയറുക അത് നടക്കൂല. എൻട്രൻസിന് എക്സാം എഴുതുന്നതിന്റെ ഇടയിൽ കൂടെ തിയറി പഠിക്കുക, അതാണ് കുറച്ചും കൂടെ ഇതിന്റെ ഒരു രീതി. ആൻഡ് വേറെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു ധാരണ ഉണ്ട് കേട്ടോ, ഞങ്ങൾ ഇപ്രാവശ്യത്തെ എൻട്രൻസിന് പോയത് എല്ലാം പഠിച്ച് തീർന്നിട്ടല്ല. ഞാൻ ശരിക്കും എല്ലാം പഠിച്ചു തീർന്ന് എല്ലാം വള്ളി പുള്ളി തെറ്റാതെ അറിയാന്നുള്ള രീതിയിലായിരുന്നു എക്സാമിന് പോയത്. അല്ല, അത് ഞാനത് ആരും പോകില്ല. അങ്ങനെ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എക്സാമിന് പോകാൻ പറ്റൂല. എപ്പോഴും എന്തെങ്കിലും ഒന്നും അറിയില്ല, ലൈക്ക് ഉണ്ടാവാം അല്ലെ, ഉണ്ടാവും. പക്ഷെ അതിനെ കുറിച്ച് ഓവർ കൺസേൺഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. അതെ, നമ്മൾ എത്ര പഠിച്ചാലും ഇപ്പൊ ഞാനൊരു ഡബിൾ ഡിജിറ്റ് റാങ്ക് ഹോൾഡർ ആണ് കേരള. എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം തീർത്തിട്ട് എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ടാവും, നമ്മൾ മറന്നുപോയതോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ദാറ്റ് എവ്രി വൺ ഗോ ത്രൂ ലൈക്ക് ദാറ്റ് അല്ലെ, എല്ലാവരും അങ്ങനെയാണ് പോകണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ പോവുക. ആൻഡ് ഇനിയിപ്പോ ഒരു കുട്ടി, ഇപ്പോൾ നമ്മൾ സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പറയുന്നതാണ് ഈ എക്സാമിൽ 300ന്റെ മുകളിലുള്ളവർ റിപ്പീറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 400ന്റെ മുകളിലുള്ളവർ റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലി അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. വർക്ക് ചെയ്താ കേറും. അതിന് അടുത്തൊരു വർഷം ഏതൊക്കെ കുട്ടികൾ റിപ്പീറ്റ് ആണെന്ന് വെച്ചാൽ നാജി എന്താ പറയാ? ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവര്, പാഷനേറ്റ് ആയിട്ടുള്ളവര്, വെറുതെ ഒരു ഓളത്തിന് പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതല്ല നീറ്റ് റിപ്പീറ്റിനൊക്കെ വേണ്ടിയിട്ട്. പാഷനേറ്റ് ആണ്, ഹാർഡ് വർക്ക് ചെയ്യും ഉറപ്പുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഹാർഡ് വർക്ക് ചെയ്താൽ സ്കോർ കൂടി വരും. അതിന് മാത്രമുള്ള ടൈം ഉണ്ട് നമുക്ക്. ലൈക്ക് ഒരു 300 അത് 400, 500, 600, 600 ആവാനുള്ള ടൈം ഉണ്ട്. അത്രയും എക്സാംസ് നമ്മൾ എഴുതും. അപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ആ എക്സാം പേപ്പറിനെ വാല്യൂറ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. നമ്മൾ ഒരു എക്സാമിന് വരുത്തിയ മിസ്റ്റേക്സ് അടുത്തതിന് വരുത്തുന്നില്ലെങ്കിൽ എന്തായാലും കുറച്ച് സ്കോർ ഇമ്പ്രൂവ് ആകും. അങ്ങനെ ഇമ്പ്രൂവ് ആയി വരും. നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ടി തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് സമയം ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഫിസിക്സ് ആയിരുന്നു. അതായത് ഞാൻ ഇപ്രാവശ്യത്തെ എക്സാമിനല്ല ചോദിച്ചത്, മൊത്തത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്? സബ്ജക്റ്റ് അല്ല, ചില ചാപ്റ്റർ വൈസ് ഒക്കെയാണ്. എന്നാലും ഫിസിക്സ് തന്നെ ആവും. ബയോളജി കുഴപ്പമുണ്ടായിരുന്നില്ല, കെമിസ്ട്രിയും കുഴപ്പമുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഒരു പഠനത്തിന്റെ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? മോർ ആ ഒരു ഫിസിക്സിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിരുന്നു? കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു മിസ്റ്റേക്ക് അതായിരുന്നു. നമ്മളെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻസ് അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു എൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ എക്സാം ഹാളിൽ നിന്ന് പെട്ടെന്ന് ലൈക്ക് കത്തൂല എന്ന് വെച്ചാൽ എനിക്ക് പ്രാക്ടീസ് ഇല്ലായിരുന്നു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആ പ്രോസസ്സ് പഠിക്കുന്ന ആ ടൈമിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു. അതുകൊണ്ട് അത് എക്സാം ഹാളിൽ കുറച്ചൊക്കെ കിട്ടി, ലൈക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു റിയൽ സൈഡ്. അതാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എനിക്ക് പേഴ്സണലി എന്തൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതെ. അപ്പൊ നിങ്ങളുടെ എന്റെ മിസ്റ്റേക്ക് ഫിസിക്സ് പ്രോബ്ലം ചെയ്യാത്തതാണ്, ഫിസിക്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ വീക്ക് പോയിന്റ് ഫിസിക്സ് ആണ്, എൻ്റെ വീക്ക് പോയിന്റ് കെമിസ്ട്രി ആണ്, അല്ലെങ്കിൽ ബയോളജി ആണ് എന്ന് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇനിയും ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇയർ നിങ്ങൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേർത്ത് ആണ് അത് അല്ലെ. അറ്റ് എനി കോസ്റ്റ് അത് വേർത്ത് ആണ്. അത് നിങ്ങൾ ഐ വിൽ ചലഞ്ച്. ഇങ്ങനെ വെറുത്തല്ല എന്ന് പറയുന്ന ആരെയും ഞാൻ ഉറപ്പിച്ച് പറയാം, ഐ ക്യാൻ ചലഞ്ച്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഒരു സോഷ്യലി ആയിക്കോട്ടെ, എല്ലായിടത്തും കിട്ടുന്ന ഒരു വില. അതെ, അതാ ഞാൻ പറഞ്ഞത്. സോഷ്യൽ, ഫിനാൻഷ്യൽ, ഏത് പെർസ്പെക്റ്റീവിലാണെങ്കിലും നമുക്ക് ആ ഒരു കാര്യം അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യണം, നന്നായിട്ട് പണിയെടുക്കണം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെ. ഇതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്ക് റെസ്പെക്ട് തരാനുള്ള പ്രൈമറി റീസൺ, വെദർ യു മേക്ക് റാങ്ക് ഓർ നോട്ട് എന്നുള്ളതല്ല. ശരിയല്ലേ? നിങ്ങളെ ഹാർഡ് വർക്ക് ആണ് ഇതിൽ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നാജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് ചോദ്യങ്ങളുമായിട്ട് വരുന്ന നാട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ടാവും, നമ്മളോട് നെഗറ്റീവായിട്ട് വരുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാവും. പക്ഷെ അവരൊന്നും ശരിക്കും നമ്മുടെ ഭയങ്കര നന്മ ആഗ്രഹിച്ചിട്ട് വരുന്നവരൊന്നും അല്ല. ഒന്നും തിരിച്ചു പറയൊന്നും വേണ്ട, അവർക്ക് അറിയില്ല, അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒന്നുകിൽ അവർക്ക് അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ചോദിക്കണ്ടെന്ന് വിചാരിച്ച് ചോദിക്കാനാണല്ലോ, അങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങളാവരുത് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്, അത്തരം ചോദ്യങ്ങളാവരുത് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ
നന്നായിട്ട് ആലോചിക്കുക അല്ലേ. പിന്നെ ഐ തിങ്ക് വേറൊരു സാധനം ശരിക്കും റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ട് ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ. ഏത് ആർക്കോ വേണ്ടി അവർ റിപ്പീറ്റ് ചെയ്തു ആൻഡ് ദേ ഹേറ്റ് ദിസ് പ്രോസസ്. എന്നിട്ട് പിന്നെ പറയാണ് ഇത് അങ്ങനെയാണ്. ഒരു യൂഷ്വൽ ടോക്കാണ് ഈ റിപ്പീറ്റിംഗ് പ്രോസസ്, റിപ്പീറ്റ് ദിസ് ഈസ് എ ലൂപ്പ്, ഇതിനകത്ത് പോയി പെടല്ലേ എന്നൊക്കെ കുട്ടികളോട് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? അവർക്ക് വലിയ ധാരണ ഉണ്ടാവൂല വരുന്നതിന് മുന്നേ. ലൈക്ക് ഇത് കുറച്ച് സ്ട്രെസ്ഫുൾ ആണ്. കാരണം നമ്മളെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല, നമ്മളൊരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിലായിരിക്കും, പുറത്തങ്ങനെ തോന്നിയ പോലെ ഇറങ്ങാൻ പറ്റില്ല, ഇരുന്ന് പഠിക്കേണ്ടി വരും. അതൊക്കെ അറിഞ്ഞിട്ട് അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാകും. ആൻഡ് ദിസ് ഈസ് ലുക്ക്, മെഡിക്കൽ കോളേജിൽ നിങ്ങൾ കാണുന്ന ഏത് ആൾക്കാരും ഇത്തരം പ്രോസസ്സിലൂടെ കടന്നു വന്നവരാണല്ലേ. വെറുതെ കയറി ആരുമില്ല. ഇപ്പൊ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുള്ള എത്ര കോടീശ്വരന്റെ മോനായാലും ആ പൈസ കൊടുത്തിട്ടല്ല, അവന്റെ കഷ്ടപ്പെട്ട് റാങ്ക് വാങ്ങിയിട്ടാണ് കയറിയത്, എയിംസിൽ റാങ്ക് വാങ്ങിയിട്ടാണ് കയറിയത്. അപ്പൊ ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്താവുള്ളൂ, വലിയ ഡോക്ടേഴ്സ് ആവുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല, യു ഗോ ഫോർ എനിത്തിങ് എൽസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് ഇതിനകത്ത് പണിയെടുക്കണം, സ്ട്രെസ് എടുക്കണം, പക്ഷെ അതിൻ്റെ റിസൾട്ട് ഭയങ്കര അടിപൊളിയായിരിക്കും. അത് ജീവിതകാലം മുഴുവൻ നിങ്ങളെ ഹാപ്പിയാക്കി നിർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ഫീലിംഗ് ആയിരിക്കും. സോ എന്താ പറയുക, നാജിയ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാജിയൊക്കെ പഠിച്ച പോലെ തന്നെ ആ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാരൊന്നുമല്ല നമ്മളൊന്നും, വളരെ സാധാരണ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇന്നലെ വായിച്ചതെന്ന് മറന്നു പോണ ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. മറക്കും, അതൊക്കെ എല്ലാവർക്കും മറക്കും. എല്ലാവരും അതേപോലെയാണ്. പക്ഷെ നമ്മൾ പണിയെടുത്തുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പണ്ട് റാങ്ക് അടിച്ചായാലും നാജിയ ഇനിയിപ്പോ ഒരു റാങ്ക് അടിക്കാൻ പോകുന്നതായാലും ഒക്കെ ആ പണിയെടുത്തുകൊണ്ടാണ്. നിങ്ങൾ ആ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ സക്സസിലേക്കല്ലാതെ എവിടേക്കും എത്തൂല. സോ ഓൾ ദി ബെസ്റ്റ്.